ഹലോ വെൽക്കം ബാക്ക് ടു ഐരിസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു കസ്റ്റമൈസ്ഡ് വർക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെറ്റീരിയൽ പർച്ചേസിങ്ങിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു തീമും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അതാണ് ആദ്യം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പക്ഷെ നമുക്ക് ആ ഒരു സെയിം കളർ മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 2-3 കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു ഈ ഒരു യെല്ലോ തീമായിരുന്നു കേട്ടോ. ആ ഒരു ഷിഫോൺ ടൈപ്പിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ടോപ്പിന് നമ്മൾ വർക്ക്ഡ് മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് പാൻറ്റും ഷോളും വരുന്നത്. അതുപോലെ തന്നെ അതിന് നമ്മൾ ലൈനിങ് ആയിട്ട് ക്രീപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ പാൻറ്റായിരുന്നു. ഷറാറ ടൈപ്പ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പാൻറ്റിന് പ്ലീറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് നമ്മൾ ഈ ഒരു ത്രെഡ് റിമൂവ് ചെയ്യുന്ന ഒരു ടൂളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെറിയ ചെറിയ പ്ലീറ്റ് ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വലുതൊന്നുമല്ല, കാരണം കുഞ്ഞൊരു കുട്ടിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ടൂള് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നോർമലി ഇല്ല വലിയൊരു പ്ലീറ്റിനെക്കാട്ടിയും ചെറിയ ചെറിയ പ്ലീറ്റ് ആകുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ടാകും എന്ന് പറയുന്നുണ്ട് തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കാൻ വേണ്ടി ആ ഒരു ടൂള് നന്നായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പം ഇതേ കണക്കെയാണ് നമ്മളെ ഒരു പ്ലീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ്ങും നമ്മൾ ഒരേപോലെ അറ്റാച്ച് ചെയ്യാണ്ട് സെപ്പറേറ്റ് ആയിരുന്നു അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടും ഉണ്ടായിരുന്നത്. ഓരോ സ്റ്റിച്ചിങ്ങും നമ്മൾ വളരെ കെയർഫുള്ളായിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടും ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം ഒരാ ഭാഗതയും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കസ്റ്റമർ അത്രയും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ ആൾക്ക് ചെയ്ത് തീർക്കാനുള്ളൊരു കോൺഫിഡൻസ് അതെനിക്ക് നന്നായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ നാളിങ്ങനെ പറഞ്ഞ് ഇന്ന പോലെ ചെയ്യണം, ഇത്രാന്തിക്കുള്ളിൽ ചെയ്ത് തീർത്ത് തരണം എന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്തപ്പോഴും. അവർ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പം ആദ്യം ഒരു ഷറാറ ടൈപ്പ് പാൻറ്റ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു ടോപ്പിനെക്കാട്ടി നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടായിരുന്നു ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ അതിൻ്റെ അകത്ത് വന്നത് ഒരു നെക്ക് പീസും കൂടിയാണ്. അതായത് ഒരു ഷോള് കണക്കാം. നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ഒരു ബാൻഡ് കണക്കാം നമ്മൾ ആ ഒരു സെയിം വർക്ക്ഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ഷോള് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. കുറേ നാളായി ഒരു വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മളൊരു കസ്റ്റമറിൻ്റെ പിക്കും കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കസ്റ്റമർ ഇട്ടിട്ട് ഇങ്ങനെയായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പം എനിക്കും കസ്റ്റമർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്